SSLCയുടെയും +2യുടെ എക്സാമിൻ്റെ ഡേറ്റ് വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യാം? പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും എല്ലാവരും അല്ലേ? കുറേ പേര് നേരത്തെയൊക്കെ നമ്മളുടെ കൂടെ ഇപ്പോൾ ഉയരെയും ലക്ഷ്യമൊക്കെയാണ് നമ്മളുടെ കൂടെ തന്നെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പഠിക്കുമ്പോൾ എന്താണ്, നമുക്ക് മറന്നു പോവാതിരിക്കാൻ നമുക്ക് എങ്ങനെ ഈ സാധനങ്ങളൊക്കെ, ഈ പഠിക്കുന്നതൊക്കെ നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? ഓക്കെ, ഹൗ ടു മെമ്മറൈസ്. നമ്മൾ പഠിക്കുന്നൊന്നും മറന്നു പോവാതെ നമ്മളുടെ തലയിൽ ഇങ്ങനെ ആണി അടിച്ച് വെച്ചതുപോലെ ഇങ്ങനെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അപ്പോൾ നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ അറിയുന്നതും നിങ്ങളൊക്കെ ചിലപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതിൽ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുകൂടി പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അത് അറിയാത്തവർക്കാണെങ്കിൽ ഇത് ഫുൾ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം, ഫസ്റ്റ് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് പറയാനുള്ളതാണ് വിഷ്വലൈസേഷൻ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ളൊരു മൂവിയാണ് നമ്മളുടെ ദൃശ്യം അല്ലേ? അപ്പോൾ ദൃശ്യത്തിൽ ഈ പോലീസ് ഓഫീസർ പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, ഒരു ദൃശ്യം നമ്മളുടെ മനസ്സിൽ പതിയുന്നത്ര വേറെ ഒന്നും വരില്ല എന്നുള്ളത്. അപ്പോൾ അതാണ് നമ്മൾ സിനിമയിൽ കണ്ട കാര്യങ്ങളൊന്നും നമ്മൾ മറക്കാത്ത. അപ്പോൾ ഈ ദൃശ്യത്തിലുള്ള ഈ സീനും ഡയലോഗും പോലും ഞാൻ മറന്നില്ലല്ലോ. അപ്പോൾ അതെന്തുകൊണ്ടാണ്? നമ്മൾ കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ സെൻസ് ഓർഗൻസിലൂടെ വേണം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഓക്കെ, അത് ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, അത് നമ്മൾ വിഷ്വലൈസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ബയോളജിയിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പഠിക്കും, ഇപ്പോൾ കോക്രോച്ചിനെ പഠിക്കുകയാണ്. കോക്രോച്ചിൻ്റെ ഹെഡ് ഇങ്ങനെയാണ്, വാലിങ്ങനെയാണ്, ബോഡി ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ, വാലില്ല ബോഡി ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ പറയുമ്പം അതൊന്ന് മനസ്സിൽ കാണാം. ഓക്കെ, സോ വിഷ്വലൈസേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് നമുക്ക് കാര്യങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. ദെൻ സെക്കൻഡ് എന്താ, നമുക്ക് ചാർട്ട്സും ഡയഗ്രാംസ് ഒക്കെ യൂസ് ചെയ്ത് ഓക്കെ, ചാർട്ട്സും ഡയഗ്രാംസ് ഒക്കെ ആയിട്ട് നമ്മൾ എഴുതി വെക്കുമ്പോൾ എന്താ, നമുക്ക് നന്നായിട്ട് ആ പിക്ചർ നമുക്ക് എക്സാം എഴുതുന്ന സമയത്ത് നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ പിന്നെയുള്ളത് നമുക്ക് അറിയാൻ എന്താണ് ഹൈലൈറ്റിങ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നോട്ട്സൊക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ റിവൈസ് ചെയ്യുന്ന സമയത്ത് എന്താ, നമുക്ക് ആ ഭാഗങ്ങളിലൂടെ പോകുമ്പോൾ എന്താ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളല്ലേ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ ഭാഗങ്ങളിലൂടെ പോകുമ്പോൾ അത് നമ്മളുടെ മനസ്സിൽ ആ പോയിൻറ്റ്സ് നമ്മൾ മറക്കില്ല. സോ അങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സ് വെച്ചിട്ട് അവിടെയും നമ്മളുടെ എന്താണ് വരുന്നത്, വിഷനാണ് വരുന്നത് അല്ലേ? നമ്മൾ എത്ര അടിപൊളിയാക്കി നോട്ട്സൊക്കെ എഴുതി എത്ര അടിപൊളിയായിട്ട് നമ്മളതിനെ വിഷ്വലൈസ് ചെയ്യുന്നോ അത്രയും രസമായിട്ടും നമ്മളത് പഠിക്കുകയും ചെയ്യും, നമ്മളത് മെമ്മറൈസ് ചെയ്യുകയും ചെയ്യും. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വിഷ്വലൈസേഷൻ. എന്ത് കാര്യങ്ങൾ പഠിക്കുമ്പോൾ എന്താണ്, നിങ്ങളത് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് പഠിക്കുക. ദെൻ സെക്കൻഡ് എന്ന് പറയുന്നത് സൗണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പം മിക്കവാറും എന്താണ് ഓൺലൈൻ ക്ലാസ് ഒക്കെയാണ് അല്ലേ, നിങ്ങളെല്ലാവരും കേട്ട് തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ കേട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചു. പിന്നെ നമ്മൾ ആ കാര്യങ്ങളിലൂടെ പഠിക്കുമെന്നാൽ നിങ്ങൾ വായിച്ച് പഠിക്കുന്ന സമയത്ത് ഉറക്കെ വായിച്ച് പഠിക്കുക, ഉറക്കെ തന്നെ വായിക്കുക. അതെന്ന് വെച്ചിട്ടുണ്ട് ഒരു ലൗഡ് സ്പീക്കർ വെച്ച് വായിക്കണമെന്നല്ല, നമ്മളിങ്ങനെ പതിയെ വായിക്കുമ്പോൾ എന്താ പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മൾ പകുതി ഉറക്കത്തിലോ വേറെ ഏതെങ്കിലും സ്ഥലത്തൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ സൗണ്ടിൽ തന്നെ എന്ത് ചെയ്യുക, വായിച്ച് പഠിക്കുക. ഓക്കെ, പിന്നെ ഒരു കാര്യം, നമ്മൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ടെല്ലിങ് ആൻഡ് റീടെല്ലിങ്. ഇത് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള, എനിക്ക് എൻ്റെ ടീച്ചർ പറഞ്ഞു തന്നിട്ടുള്ളൊരു ടെക്നിക്കാണ്. കാരണം ഞാൻ PGക്കൊക്കെ പഠിക്കുന്ന ടൈമിൽ ഞങ്ങളുടെ ടീച്ചർ പറഞ്ഞു തന്നതാണ്. നമ്മൾ പഠിച്ചൊരു കാര്യം മറ്റൊരാൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആ ജന്മം മറക്കില്ല. അപ്പോൾ അത് വേറൊരാൾക്ക്, പഠിക്കുന്ന ഒരാൾക്ക് തന്നെ ആവണമെന്നില്ല. നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ ഒന്നും ഇല്ലെങ്കിൽ മിററിൻ്റെ മുന്നിൽ നിന്ന് എന്ത് ചെയ്യുക, ബുക്ക് നോക്കി വായിച്ചു കൊടുക്കുകയല്ല കേട്ടോ, പറഞ്ഞു കൊടുക്കാം ഇതിങ്ങനെയൊക്കെയാണ്. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ. ഇപ്പോൾ മാത്സിലാണെങ്കിൽ ഫോർമുല, ഇതാണ് ഈ ഫോർമുല, ഇതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, നമുക്കിതിങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ പഠിച്ചിട്ടുള്ള ആ കാര്യം എന്താ, ആദ്യം നമ്മളുടെ ഷോർട്ട് ടേം മെമ്മറിയിലേക്കാണ് പോവുക. ഓക്കെ, നമ്മളത് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അത് ലോങ് ടേം മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ ലോങ് ടേം മെമ്മറിയിൽ ഒരു കാര്യം സ്റ്റോർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവില്ല, അത് ഒരിക്കലും പിന്നെ നിങ്ങളെ വിട്ടു പോവില്ല. അപ്പോൾ പഠിക്കുമ്പോൾ നല്ല ഉറക്കെ വായിച്ച് പഠിക്കുക. ദെൻ പഠിച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, അത് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക. ആർക്കായിക്കോട്ടെ, അപ്പോൾ അച്ഛനും അമ്മയൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞുതരാം എന്ന് പറഞ്ഞ് ഇത് അവർക്ക് പറഞ്ഞു കൊടുക്കാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ലോങ് ടേം മെമ്മറി ആയിട്ട് അവിടെ സ്റ്റോർ ചെയ്യും, നമ്മളത് മറക്കുകയില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം വേറൊരാളോട് പറഞ്ഞത് നിങ്ങളിപ്പോഴും ഓർക്കുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് മനസ്സിലാവും. ദെൻ നമ്മളുടെ തേർഡ് പോയിൻറ്റ്, റൈറ്റിംഗ്. നിങ്ങളെല്ലാവരും ഓൺലൈൻ ക്ലാസ് കേൾക്കുന്നവരായിരിക്കും അല്ലേ? അപ്പോൾ ക്ലാസ് കേൾക്കുന്ന സമയത്ത് വെറുതെ പാസീവായിട്ടിരുന്ന് കേൾക്കാതെ എന്ത് ചെയ്യുക, ലെക്ചർ നോട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമ്മളൊരു ക്ലാസ് കേൾക്കുമ്പോഴോ വായിക്കുമ്പോഴോ, ഓക്കെ, ക്ലാസ് നമ്മളിപ്പോൾ കേൾക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ എന്തെങ്കിലും ടെക്സ്റ്റ് ബുക്ക് വായിക്കുകയാണെങ്കിലോ, വായിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ലെക്ചർ നോട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് ചെയ്യാം. അങ്ങനെ അല്ലാതെ നിങ്ങൾ വായിക്കുന്നത് അട്ട വേസ്റ്റാണ്, ഒരു കാര്യം ഉണ്ടാവില്ല.
കാരണം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ടെന്നൊക്കെ നമുക്ക് തോന്നും, പക്ഷെ നമ്മളുടെ തലയിലേക്ക് പോകുന്നുണ്ടാവില്ല. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ വായിക്കുന്ന സമയത്ത് ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്ത് പോവുക. ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആയിക്കോട്ടെ, അത് മതി. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്, നമ്മളുടെ മെമ്മറിയിൽ നിൽക്കും. ആ ലെക്ചർ നോട്ട് വെച്ച് പിന്നെ ഫുള്ള് പഠിക്കണമെന്നല്ല, അത് വെച്ച് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, വലുതാക്കിയിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യണം. പിന്നെയുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഹൈലൈറ്റിംഗ്. ഇങ്ങനെ നമ്മൾ ലെക്ചർ നോട്ട് എഴുതുക, അത് വെച്ചിട്ട് നമ്മളുടെ നോട്ട് ഡെവലപ്പ് ചെയ്യുക, എന്നിട്ട് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് പോവുക. ഇത് നമ്മളെ മെമ്മറിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ദെൻ നമ്മളുടെ നെക്സ്റ്റ് പോയിൻ്റ് റിപ്പീറ്റേഷനാണ് മെമ്മറൈസ് ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ്. നമ്മൾ എന്ത് കാര്യവും റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ നമ്മളെ വിട്ടു പോവില്ല. റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, അത് എപ്പോഴും ഒരേ കാര്യം പഠിച്ചുകൊണ്ടിരിക്കണം എന്നല്ല. നമ്മളൊരു കാര്യം പഠിക്കും, പിന്നെ അടുത്ത കാര്യം പഠിക്കും. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പം നമ്മൾ പഴയത് മറന്നു പോകാൻ പാടില്ല, അല്ലെ? വന്ന വഴി മറക്കരുതെന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ പഴയ കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുക, ഓർത്തെടുത്തുകൊണ്ടിരിക്കുക. ദെൻ ഹൈലൈറ്റിംഗ്. നമ്മൾ രണ്ടാമത് റിവൈസ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ നന്നായിട്ട് പഠിച്ചു, രണ്ടാമത് റിവൈസ് ചെയ്യുന്ന സമയത്ത് എന്താ, നമുക്ക് ഹൈലൈറ്റ് ചെയ്ത പോർഷൻസ് മാത്രം അതിലൂടെ ഒന്ന് പോകുമ്പോൾ യെസ് ഓർമ്മയുണ്ട്, നെക്സ്റ്റ് പോയിന്റ് ഓർമ്മയുണ്ട്, അങ്ങനെ പോകാം. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ പഠിച്ച കാര്യം തന്നെ, അപ്പോൾ നമ്മളൊരു ബുക്ക് ഒരു പാരഗ്രാഫ് പഠിച്ചു, റിവൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ പാരഗ്രാഫ് രണ്ടാമതും പഠിച്ചു, മൂന്നാമത് റിവൈസ് ചെയ്യുമ്പോൾ പിന്നെ സെയിം പാരഗ്രാഫ് പഠിച്ചു. എന്താ കാര്യം? ഒരു കാര്യമില്ല, നമ്മളുടെ സമയം നഷ്ടമാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കത് പഠിച്ചോ നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഫസ്റ്റ് ടൈം നല്ല വൃത്തിയിൽ പഠിക്കാം. സെക്കൻഡ് ടൈം നമ്മളൊന്ന് ബുക്ക് അടച്ചു വെക്കാം, എന്നിട്ട് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാം. അത് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ എക്സാം എഴുതല്ലേ ചെയ്യുക, ഓറൽ ടെസ്റ്റ് ഒന്നല്ലല്ലോ. നമ്മളൊരു പേജ് എടുക്കുക, ഒരു ക്വസ്റ്റ്യൻ നമ്മൾ തന്നെ ഉണ്ടാക്കുക, എന്നിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ആ പഠിച്ച കാര്യം നിങ്ങൾ എഴുതി നോക്കുക. നിങ്ങൾക്ക് എഴുതാൻ കിട്ടുന്നുണ്ടോ, നിങ്ങൾ പഠിച്ചത് നിങ്ങൾക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. സോ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് അതാണ് ശ്രദ്ധിക്കേണ്ടത്. പഠിച്ചത് തന്നെ വീണ്ടും അതേ പാരഗ്രാഫ് അതേപോലെ വീണ്ടും വായിച്ചുകൊണ്ട് നമുക്കൊരു മെമ്മറിയിൽ നമുക്കത് ഉപയോഗം ഉണ്ടാവില്ല. നമ്മളെന്താ ചെയ്യേണ്ടത്, ഒന്നെങ്കിൽ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക, അപ്പോൾ അത് ലോങ് ടേം മെമ്മറി ആവുകയും ചെയ്യും. അല്ലെങ്കിൽ എഴുതി നോക്കാം, അത് നമ്മൾ എക്സാമിന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എവിടെയാണ് സ്റ്റക്ക് ആവുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഇവിടെ പ്രശ്നമുണ്ട്, അപ്പോൾ ആ ഭാഗം ഞാൻ ഒന്നുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യും. ദെൻ നെക്സ്റ്റ് പോയിന്റ് ലിങ്കിങ് തിങ്സ്. നമ്മൾ കാര്യങ്ങൾ അപ്പോൾ പഠിക്കുമ്പം എന്ത് ചെയ്യുക, വേറെ എന്തെങ്കിലും ആയിട്ട് കണക്ട് ചെയ്യാം. ഇപ്പോൾ ബയോളജിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ചാപ്റ്ററിൽ പറയുന്ന കാര്യങ്ങൾ വേറൊരു ചാപ്റ്ററിൽ ചിലപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടാവും. ഇപ്പോൾ നമ്മളുടെ അനിമൽ കിങ്ഡത്തിൻ്റെ ചാപ്റ്ററിൽ പ്ലസ് വണ്ണിലാണെങ്കിൽ അനിമൽ കിങ്ഡത്തിൻ്റെ ചാപ്റ്ററിൽ ഓരോ ഫൈലത്തിൻ്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, എക്സ്ക്രീറ്ററി ഓർഗൻസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് വേറൊരു ചാപ്റ്ററിൽ ചിലപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ കാര്യങ്ങൾ കൂടി കണക്ട് ചെയ്യാം. അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾ ഒരിക്കലും മറക്കില്ല, ആ പോർഷനും മറക്കില്ല, കണക്ട് ചെയ്യുന്ന പോർഷനും മറക്കില്ല. അപ്പോൾ എന്തൊരു കാര്യം, ഇപ്പോൾ ചാപ്റ്റേഴ്സ് തമ്മിൽ കണക്ട് ചെയ്യണമെന്നും ഇല്ല, നമ്മളുടെ ഡെയിലി ലൈഫിലുള്ള എന്തെങ്കിലും എക്സ്പെരിമെൻറ്റ്സ് ആയിട്ടോ എന്തെങ്കിലും കാര്യങ്ങളായിട്ടോ എന്തെങ്കിലും ക്രേസി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ എന്താ കാര്യം ആലോചിക്കുമ്പോൾ നമുക്ക് അത് ഓർമ്മ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ സിനിമയായിട്ട് കണക്ട് ചെയ്തോളൂ. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് സിനിമ കാണാൻ ഇഷ്ടമുള്ളവരായിരിക്കും അല്ലേ. അപ്പോൾ മൂവി ആയിട്ട് കണക്ട് ചെയ്താലും കുഴപ്പമില്ല, മൂവി ആയിട്ടൊക്കെ കണക്ട് ചെയ്ത് അപ്പോൾ ഒരുപാട് അസുഖങ്ങൾ ഇപ്പോൾ നമുക്ക് ബയോളജിയിലൊക്കെയാണ് പഠിക്കാനുണ്ട്. അപ്പോൾ ബയോളജിയിലെ അസുഖങ്ങൾ ആ സിനിമയിൽ ഇയാൾക്ക് വന്നിട്ടുണ്ട്, അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറക്കില്ല. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്തിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ദെൻ ഫൈനലി നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഉറങ്ങുമ്പോൾ ഓക്കെ, രാത്രിയോ പഠിച്ച ക്ഷീണം ഞാൻ എന്നാൽ പോയി ഉറങ്ങട്ടെ എന്നല്ല, എല്ലാ പണിയും കഴിഞ്ഞു നമ്മൾ കിടക്കാൻ നേരം അറ്റ്ലീസ്റ്റ് ഒരു മിനിറ്റെങ്കിലും നമ്മൾ ഇന്ന് എന്താണ് പഠിച്ചതെന്നുള്ളത് റീകളക്ട് ചെയ്യാം. ഇതേപോലെ ഇന്ന് വായിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ എന്ത് ചെയ്യുക, കിടന്നു നമ്മൾ ഇന്ന് എന്താ പഠിച്ചത്, ഈ ടോപ്പിക്ക് പഠിച്ചു ഇതിലെന്താണ് പഠിച്ചത്, അങ്ങനെ എല്ലാം ഒന്ന് റീകളക്ട് ചെയ്യാം. നമ്മൾ കിടക്കുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതായിരിക്കും നമ്മളുടെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുക. സോ നമ്മളുടെ ബ്രെയിനിൽ നമുക്ക് മെമ്മറൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ പ്രോസസ്സിങ് ചെയ്യാൻ വേണ്ടി വിട്ടുകൊടുക്കണം. അപ്പോൾ അതിനു മുമ്പ് എന്ത് ചെയ്യണം, കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ആ കാര്യങ്ങൾ റീകളക്ട് ചെയ്യണം. അപ്പോൾ പിറ്റേന്ന് ആകുമ്പോഴേക്കും എന്താണ്, നമുക്ക് നന്നായിട്ട് ഓർമ്മയുണ്ടാവും, നമ്മൾ ആ കാര്യങ്ങൾ മറന്നു പോവില്ല. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമായിരിക്കും കിടക്കുന്നതിന് മുമ്പ് ഫോൺ നോക്കിയിട്ട് കിടക്കുക അല്ലേ, എല്ലാവരുടെയും മെസ്സേജൊക്കെ നോക്കി സമാധാനമായിട്ട് കിടക്കും. അപ്പോൾ നമ്മളുടെ ബ്രെയിനിൽ ലാസ്റ്റ് രജിസ്റ്റർ ആവുന്നത് ആ കാര്യങ്ങളായിരിക്കും. സോ എപ്പോഴും കിടക്കുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് ഒരു മിനിറ്റ് മതി, ഒരു അരമണിക്കൂർ ഇരുന്ന് ഉറക്കം കണ്ണിൽ ഇങ്ങനെ ആലോചിക്കുന്നതല്ല ഞാൻ പറഞ്ഞത്, കുറച്ച് നേരം എന്താ പഠിച്ചതെന്നൊന്ന് റീകളക്ട് ചെയ്യുക.
സമാധാനമായിട്ട് കിടക്കാം. എന്താവും, നമുക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മ വരും. അപ്പോൾ ഇതൊക്കെ ഒരു കുഞ്ഞു കുഞ്ഞു ടിപ്സാണ്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുന്നതായിരിക്കും. അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ ഇതിലൊന്ന് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് എഫക്റ്റീവ് ആവും. നിങ്ങൾക്ക് ഇത് എഫക്റ്റീവ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ.